എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ചെയ്യുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മളുടെ സ്ക്രീൻ ഷെയർ ഒന്ന് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മള് മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. സോ അതിനു മുന്നേ ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അതുൽ അനിൽ എന്നാണ്. ഞാൻ വയനാട് സ്വദേശിയാണ്. ബേസിക്കലി ഒരു കൗൺസിലർ ആണ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് ട്രെയിനർ ആണ്. ഇപ്പോ ഇൻസ്പേസ് അക്കാഡമിയുടെ മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനിലൂടെ കടന്നുപോയി. നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാ ദിവസത്തിലും നമ്മളുടെ സെഷൻസിലൂടെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. സോ അപ്പൊ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ. സോ അപ്പോ ആ ഒരു ബെനിഫിറ്റ്സിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷൻസിനെ കുറിച്ച് നമ്മൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ, മേ ബി നിങ്ങൾക്ക് അറിയാവുന്നതാവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത പുതിയ അറിവുകളാവാം. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോ മെഡിറ്റേഷന്റെ ആ ഒരു ബെനിഫിറ്റ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ മെഡിറ്റേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ എന്റേതായിട്ടുള്ള ടേംസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ മെഡിറ്റേഷൻ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആയിരിക്കും ഉണ്ടാവാം. നമ്മളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് മെഡിറ്റേഷനെ കണക്കാക്കാം. സോ മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് ഒരു സിമ്പിൾ ടേമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു കൊച്ചു കഥ പറഞ്ഞുതരാം, ചെറിയൊരു കഥ. അതായത് ശ്രീബുദ്ധൻ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തു പറയുന്ന സമയത്തും നമ്മൾ എല്ലാവരും പറയുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ശ്രീബുദ്ധനെ കുറിച്ച്. സോ ശ്രീബുദ്ധൻ ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോടൊപ്പം കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ശ്രീബുദ്ധൻ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോ അവരവിടെ ഒരു മരച്ചുവട്ടില് കുറച്ചു നേരം വിശ്രമിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വിശ്രമിക്കാന്ന് വിചാരിച്ച് അവിടെ അവർ വിശ്രമിക്കുന്ന സമയത്ത് ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്റെ അടുത്ത് ഒരു പാത്രം എടുത്തിട്ട് തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും കുളം ഉണ്ടോ നോക്കിയിട്ട് അവിടെ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ പറയാം. അങ്ങനെ ശ്രീബുദ്ധൻ പറഞ്ഞ പ്രകാരം ശിഷ്യൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു കുളം കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആ കുളത്തില് വെള്ളം ആകെപ്പാടെ ഇങ്ങനെ ചെളിയൊക്കെ ആയിട്ട് കലങ്ങി മറിഞ്ഞു കിടക്കാം. അപ്പൊ ഇത് കണ്ടപ്പോ ശിഷ്യനാകെ ഡിസ്റ്റർബായി തിരിച്ചു വന്നു. അങ്ങനെ ശിഷ്യൻ തിരിച്ചു വന്നിട്ട് ഗുരുവിന്റെ അടുത്ത് പറയാണ്, ഇങ്ങനെ അവിടുത്തെ വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുകയാണെന്നുള്ള കാര്യം പറയുന്നു. അപ്പൊ ഗുരു, അതായത് ശ്രീബുദ്ധൻ ശിഷ്യന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ആ ഒരു കുളത്തിലേക്ക് പോകണ്ട, ഇപ്പൊ ആ ഒരു കുളത്തിനെ ശല്യം ചെയ്യാനൊന്നും പോകണ്ട, കുറച്ചു സമയം ആ ഒരു കുളത്തിന് ശാന്തമാവാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കാം, അതിനുശേഷം പോകാന്ന് പറഞ്ഞിട്ട് ശിഷ്യന്റെ അടുത്ത് അവിടെ വിശ്രമിക്കാൻ പറയാണ്. അങ്ങനെ ശിഷ്യൻ അവിടെ വിശ്രമിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ശ്രീബുദ്ധൻ പറഞ്ഞ പ്രകാരം ശിഷ്യൻ ആ ഒരു കുളത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കുളത്തിലെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ശിഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു വെള്ളം എടുത്തിട്ട് ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഗുരു ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഇപ്പൊ ആ ഒരു കുളം പോലെ തന്നെയാണ് ശരിക്കും നമ്മളുടെ മനസ്സ്. അതായത് ആ കുളം ആദ്യം എങ്ങനെയാണോ കലങ്ങി മറിഞ്ഞ് കിടന്നത്, അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സും എപ്പോഴും ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് കിടക്കായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളെ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് കിടക്കായിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഈ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന മനസ്സിനെ നമ്മൾ പിന്നെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോയാൽ, അതായത് ആ ഒരു വെള്ളം എടുക്കാൻ പോയതുപോലെ നമ്മളുടെ മനസ്സിനെ നമ്മൾ പിന്നെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നെയും കലങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കുളത്തിന് ശാന്തമാകാനുള്ള ഒരു സമയം എങ്ങനെയാണോ കൊടുത്തത്, അതുപോലെ നമ്മളുടെ മനസ്സിന് ശാന്തമാകാനുള്ള ഒരു സമയം നമ്മൾ എപ്പോഴും കൊടുക്കണം എന്നുള്ളതാണ്. ആ ഡിസ്റ്റർബ് ആയിരിക്കുന്ന കുളത്തിൽ ചെന്നിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് കുടിക്കാൻ അനുയോജ്യമായിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഡിസ്റ്റർബ് ആയി കിടക്കുന്ന നമ്മളുടെ മനസ്സ് വെച്ച് നമ്മൾ മുന്നോട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തും ഒരിക്കലും നമുക്കത് പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോ എങ്ങനെയാണോ ആ കുളം ശാന്തമാകാൻ ഒരു സമയം കൊടുത്തത്, അതുപോലെ നമ്മൾ നമ്മളുടെ മനസ്സിന് ശാന്തമാകാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കുകയാണെങ്കിൽ
എങ്ങനെയാണോ ആ കുളത്തിൽ നിന്നും കുടിക്കാൻ അനുയോജ്യമായ വെള്ളം ലഭിച്ചത്, അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ നമ്മളുടെ സെൽഫ് ലവ് ആവട്ടെ, കോൺഫിഡൻസ് ആവട്ടെ, അത്തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ആ കുളം ശാന്തമാകാനായുള്ള ഒരു സമയം കൊടുത്തതുപോലെ നമ്മളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും, ഡിസ്റ്റർബ് ആയി കിടക്കുന്ന മനസ്സിലെ ചെളി കാര്യങ്ങൾ എല്ലാം അടിഞ്ഞുകൂടി ഡിസ്റ്റർബ് ആയി കിടക്കുന്ന ആ ഒരു മനസ്സിനെ കംപ്ലീറ്റ്ലി റിലാക്സ് ആക്കാനും ആ ഒരു മനസ്സിനെ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സിമ്പിൾ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് മെഡിറ്റേഷനെ കണക്കാക്കാം. സോ പല സമയത്ത് മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. സോ അതിലൂടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ മെഡിറ്റേഷനിലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും നമ്മൾ നമ്മളുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ നമ്മളുടെ മനസ്സിന് വേണ്ടിയിട്ട് എല്ലാ ദിവസത്തിലും ശാന്തമാകാൻ ഒരു സമയം കൊടുക്കുന്നു. ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താണ് ചെയ്തത്? ഇന്നത്തെ ഒരു ദിവസം ആരംഭിച്ചത് നല്ലൊരു മെഡിറ്റേഷനിലൂടെയാണ്. അപ്പൊ രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നല്ല രീതിയിൽ ഒന്ന് ക്ലിയർ ആക്കി, നിങ്ങളുടെ മനസ്സിലുള്ള അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കംപ്ലീറ്റ് ആക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കി. സോ ഇന്നത്തെ ദിവസം മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ ഒരു മെഡിറ്റേഷന്റെ പവർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കും. സോ അപ്പൊ അതാണ് സിംപ്ലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒട്ടനവധി ബെനിഫിറ്റ്സ് മെഡിറ്റേഷൻ കൊണ്ട് നമ്മളുടെ ജീവിതത്തിലുണ്ട്. അപ്പോ അതില് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫ് അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിൽ മെഡിറ്റേഷന്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒരു യാത്ര പോവാണ്. മെഡിറ്റേഷനെ കുറിച്ച് പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഒരു ഇന്നർ ജേണി ആണെന്ന് പറയും. നമ്മളിലേക്ക് തന്നെയുള്ള നമ്മളുടെ ആന്തരിക ലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ് മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട്. ശരിക്കും മനുഷ്യൻ രണ്ട് തലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. നമ്മളുടെ ഫിസിക്കൽ വേൾഡ് ഉണ്ട്, നമ്മളുടെ ആത്മീയമായിട്ടുള്ള ഒരു വേൾഡും ഉണ്ട്, ആ ഒരു സ്പിരിച്വൽ വേൾഡും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്നർ വേൾഡും ഉണ്ട്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവോൾവ് ആകുന്നത് നമ്മളുടെ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സെൻസറി ഓർഗൻസ് വെച്ച് നമ്മൾ സെൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഫിസിക്കൽ വേൾഡും നമ്മളുടെ ചിന്തകള്, നമ്മളുടെ അനുഭവങ്ങള്, നമ്മളുടെ അറിവുകള്, അവയർനെസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്നർ വേൾഡ് നമുക്കുണ്ട്. സോ ആ ഒരു ഇന്നർ വേൾഡിലേക്കുള്ള യാത്രയാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ നമ്മളുടെ ആന്തരിക ലോകത്തിലേക്ക്, ഇന്നർ വേൾഡിലേക്ക് നമ്മളൊരു യാത്ര നടത്തുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് നല്ലൊരു അവബോധം അവിടെ ലഭിക്കും. ഒരു സെൽഫ് അവയർനെസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് നല്ലൊരു നോളജ് വേണം. നമുക്ക് നമ്മളെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. നമ്മളുടെ കുറവുകളെ കുറിച്ച് അറിയണം, കഴിവുകളെ കുറിച്ച് അറിയണം, അതുപോലെ നമ്മളുടെ പോസിറ്റീവ് സൈഡ് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ പാഷൻ എന്താണ്, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോ നമ്മളെ കുറിച്ചുള്ള ഒരു അറിവ് നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ആ ഒരു ഇന്നർ ജേണിയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് മനസ്സിലാക്കും, നമ്മളുടെ ചിന്തകൾ എന്തൊക്കെയാണ്. ഒന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും മെഡിറ്റേഷന് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മനസ്സിൽ ഏതൊക്കെ രീതിയിലുള്ള ചിന്തകളാണ് വന്നു പോകുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ ഇമോഷൻസ് ആണ് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് അവയർനെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മളുടെ ബ്രെയിനിന്റെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സയന്റിഫിക്കലി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത് എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മളുടെ ബ്രെയിനിലെ ഗ്രേ മാറ്ററിന്റെ അളവ് കൂടുക എന്ന് പറയുന്ന കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞ ഏരിയ ആണ്, നമ്മളുടെ ബ്രെയിനിലെ ഗ്രേ മാറ്റർ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മളുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ്, അതുപോലെ നമ്മളുടെ ഇമോഷൻസ്, ബിഹേവിയർ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സംഭവിക്കുന്ന കാര്യം നമ്മൾ ഈ ഒരു ഗ്രേ മാറ്ററിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തത്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ കഴിയാത്തത്, ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്.
പക്ഷെ മെഡിറ്റേഷൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗ്രേ മാറ്ററിൽ വലിയ ലെവലിൽ നമ്മളുടെ ആ ഒരു ഗ്രേ മാറ്ററിന്റെ അളവ് എന്ന് പറയുന്നത് കൂടുന്നതാണ്. ശരിക്കും ഒരു വ്യക്തി ഒരു 8 ആഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബ്രെയിനിൽ ഗ്രേ മാറ്ററിന്റെ അളവ് ആ ഒരു 8 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഡെവലപ്പ് ആകും എന്നുള്ളതാണ്. സോ അപ്പൊ അതുകൊണ്ട് മെഡിറ്റേഷൻ നമ്മളുടെ ബ്രെയിനിൽ ഒരുപാട് രീതിയിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ ബ്രെയിനെ ഒരുപാട് രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് എന്നതിലപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രാക്ടീസ് എന്നതിനപ്പുറത്തേക്ക് മെഡിറ്റേഷന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് ശരിക്കും നമ്മളുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഈ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ മെഡിറ്റേഷൻ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ആക്ടിവിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഇതില് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും മൈന്യൂട്ട് ലെവലിലേക്ക് നമ്മളുടെ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരും. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് അത്ര വിശാലമായിട്ടുള്ളതാണ്. അതായത് ഇപ്പോ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എന്ത് കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾക്ക് അമേരിക്കയെ കുറിച്ച് ചിന്തിക്കാം, ചൈനയെ കുറിച്ച് ചിന്തിക്കാം, പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അതായത് നമ്മളുടെ ചിന്തകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതിന് അതിരുകളില്ല. അപ്പൊ നമുക്ക് എന്തിനെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് ഇവിടെ നമ്മളുടേതായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു നമുക്ക് എവിടെ വേണമെങ്കിലും ചിന്തിക്കാം. അപ്പൊ ഇത്രയും ചിന്താ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന നമ്മളുടെ മനസ്സിനെ, അതായത് അത്രയും വിശാലതയുള്ള നമ്മളുടെ മനസ്സിനെ നമ്മൾ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിലേക്ക്, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബ്രീത്തിങ് എന്ന് പറയുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ചെറിയ ചിന്തകളിലേക്ക്, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ആയിരിക്കും. അതായത് ഒന്ന് ആലോചിച്ച് നോക്കാം, അത്രയും വിശാലമായിട്ട് കിടക്കുന്ന നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ചിന്തകളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിൽ ഫോക്കസ്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ തലയിൽ കയറ്റി നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് പതിയെ പതിയെ പറ്റാതായി പോയ ഒരു കാര്യം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മളുടെ ചുറ്റും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നു. സോ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചാണെങ്കിലും, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന ആളുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും, അവർ ആ പ്രസന്റ് മൊമെന്റിൽ അവിടെ ഇരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ ഫിസിക്കലി അവിടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് മെന്റലി കംപ്ലീറ്റ് ആയിട്ട് അവിടേക്ക് ഇരിക്കാൻ വേണ്ടി കഴിയുക, ആ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് എത്താൻ വേണ്ടി കഴിയുക, അതിൽ കണ്ടിന്യൂസ്ലി ഫോക്കസ് ചെയ്തിരിക്കാൻ വേണ്ടി കഴിയുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അത്രയും എന്താ പറയുക, ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും മൈന്യൂട്ട് ലെവലിലേക്ക് വരെ നമ്മളുടെ ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കും. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ കുഞ്ഞു കാര്യത്തിലേക്ക്, അതായത് ഇത്രയും വലിയ വിശാലമായ ചിന്തയെ നമ്മളുടെ ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. ആ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പൊ ആ സിമ്പിൾ പ്രോസസ്സിലേക്ക്, ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മളുടെ ആ ഒരു ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ടാവും. അതുപോലെ അലഞ്ഞു നടക്കുകയാണ് നമ്മളുടെ മനസ്സ്, പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചിന്തിക്കാം. ഞാനിവിടെ പറയുന്ന സമയത്ത് ഫിസിക്കലി നിങ്ങൾ എന്റെ കണ്ണിൽ നോക്കിയോ ക്ലാസ്സിൽ നോക്കിയോ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന മനസ്സിനെ നമ്മൾ പതിയെ പതിയെ നമ്മളുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരാണ്. നമ്മൾ പറയുന്ന അഫർമേഷൻസിലേക്ക് ചിന്തിപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ആ ഒരു ചിന്തകളെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വേയിലേക്ക് നമ്മളുടെ ചിന്തകളെ കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് നമുക്ക് പോസിബിൾ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. സോ ആ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു മെന്റൽ ക്ലാരിറ്റി നമുക്ക് കിട്ടും. നമ്മൾ ആദ്യത്തെ കഥയിൽ പറഞ്ഞ പോലെ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന മനസ്സുമായിട്ട് നമ്മൾ പഠിക്കാനിരിക്കുകയോ വർക്ക് ചെയ്യാനിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരിക്കലും ആ മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം ആ കലങ്ങി തെളിഞ്ഞ ആ ഒരു കുളത്തിൽ നിന്ന് ചെളിവെള്ളം മാത്രമേ കിട്ടുള്ളൂ.
സോ അത് ക്ലിയർ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് നല്ല വെള്ളം കിട്ടില്ല. അപ്പൊ അതേപോലെയാണ് കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന മനസ്സ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വെറുതെ ചെയ്തു കൂട്ടാമെന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്ന് ഒരിക്കലും ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടില്ല. സോ ബെറ്റർ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം, കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ആ ഒരു മെന്റൽ ക്ലാരിറ്റി എന്നുള്ളത് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് മെഡിറ്റേഷൻ എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെഡിറ്റേഷനിൽ നമ്മൾ ഇപ്പൊ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ബ്രെയിൻ, ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. നമ്മൾ നമ്മളുടെ മനസ്സിനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ ചിന്തിച്ചോട്ടെ, നമ്മൾ മനസ്സിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് മനസ്സിനെ പിടിച്ചുകെട്ടുക, അല്ലെങ്കിൽ മനസ്സിനെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ ചിന്തിപ്പിക്കുക എന്നുള്ളതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ നമ്മൾ മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ ആദ്യം ഫോക്കസ് കൊണ്ടുവരും. നമ്മൾ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യും, കുറച്ച് ചിലപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യും, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യും. ആ രീതിയിൽ ബ്രീത്തിങ്ങിനെ നമ്മൾ നമ്മളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ശരിക്കും മെഡിറ്റേഷന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ് നമ്മളുടെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതില് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരിക്കലും നമുക്ക് ശ്രദ്ധിക്കാനോ, മേ ബി നമ്മൾക്ക് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയും, പക്ഷെ കുറച്ചു നേരത്തേക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഇതാക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചു നേരം ഒന്ന് ശ്വാസം പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ ശ്വാസത്തിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരത്തിൽ ബ്രീത്തിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബ്രെയിൻ ഇത്രയും കാലം മെഡിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മളുടെ മൈൻഡിനെ നമ്മൾ പ്രോപ്പറായ വേയിൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എന്ത് കാര്യവും ചിന്തിച്ചോട്ടെ, ഇപ്പൊ ക്ലാസ് കേൾക്കുമ്പോഴും 100 കാര്യങ്ങൾ ചിന്തിക്കുന്നു, നമ്മൾ പണിയെടുക്കുമ്പോഴും 100 കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ മനസ്സ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ മനസ്സിനെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയില്ല. മനസ്സ് ഒരു കൺട്രോൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് നമ്മളുടെ ബ്രെയിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിലേക്ക് നമ്മൾ എന്ത് കാര്യമാണോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളാണോ കൺസ്യൂം ചെയ്യുന്നത്, ഇതിനൊക്കെ അനുസരിച്ചാണ് ബ്രെയിനിൽ ന്യൂറൽ പാത്ത് ഫോം ആവുന്നതും അതിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യുന്നതും. സോ നമ്മളുടെ ബ്രെയിൻ വിചാരിക്കുന്നത് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായിട്ട് മനസ്സിനെ കാണുന്ന സമയത്ത് ബ്രീത്തിങ്ങിലേക്ക് വരുമ്പോൾ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ബ്രെയിൻ വിചാരിക്കുന്നത് ഇതും കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെന്നാണ്. അപ്പോ നമ്മൾ നമ്മളുടെ ബ്രീത്തിങ്ങിനെ പതിയെ പതിയെ മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ നമ്മൾ ഒരു കുറച്ച് രീതിയിലെങ്കിലും, അതായത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, ചിലപ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് വായിലൂടെ പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെയുള്ള പ്രാക്ടീസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിന് പതിയെ പതിയെ മനസ്സിലാവുകയാണ്, അതായത് ഇത്രയും നാളും കൺട്രോളിൽ അല്ലാതിരുന്ന ഒരു കാര്യത്തെ ഈ വ്യക്തിക്ക് ഇപ്പൊ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ബ്രെയിൻ വിചാരിച്ചിരുന്നത് ഇത്രയും കാലം ഈ ഒരു ശ്വസനത്തിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലെന്നാണ്, പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യത്തെ കൺട്രോളിലേക്ക് ഈ വ്യക്തി കൊണ്ടുവരുന്നു. സോ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ബ്രെയിനിൽ പുതിയൊരു ന്യൂറൽ പാത്ത് ഫോം ആവുന്നു. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്തും ബ്രെയിൻ അറിയാം ഇത്രയും കാലം കൺട്രോളിൽ പോവാത്ത ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ ഈ വ്യക്തി ക്യാപ്പബിൾ ആണ്. സോ ഈ വ്യക്തിക്ക് ഇതും ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലോട്ട് നമ്മളുടെ ബ്രെയിൻ മാറി ചിന്തിക്കാൻ തുടങ്ങും. സോ ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തകളെ നമ്മളൊരു കൺട്രോളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ നമ്മളുടെ ബ്രെയിനെ നമ്മൾ നമ്മളുടെ ചിന്തകൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺസെൻട്രേഷൻ പവർ, മെന്റൽ ക്ലാരിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ മെഡിറ്റേഷന്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മൂഡില്ല, ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിലുള്ള കുറച്ച് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, അതായത് സെറട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, ഇങ്ങനെയുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. സോ ഈ ഹാപ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും നമ്മളുടെ ആ ഒരു മൂഡിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. ഈ ഡോപ്പമിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ്
നമ്മളുടെ ജീവിതത്തില് സന്തോഷം നിറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചു, വർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു സക്സസ് ആവുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു സക്സസിന്റെ ഫീലില് നമുക്ക് റിലീസ് ആവുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് റിലീസ് ആവുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. അതുപോലെ സെറട്ടോണിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് നമ്മളുടെ ലൗഡ് വൺസ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മൾ എക്സർസൈസ് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ റിലീസ് ആവുന്ന ഹാപ്പി ഹോർമോൺസ് ആണ്. ഈ ഹാപ്പി ഹോർമോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിൽ കൂടുതൽ റിലീസ് ആവുന്ന സമയത്ത് നമ്മളിലെ സ്ട്രെസ്സിന്റെ അളവ് കുറയും. പിന്നെ നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് എൻഡോർഫിൻ പോലെയുള്ള ഹോർമോൺസ് റിലീസ് ആവുന്ന സമയത്ത് അതൊരു നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ആണ് എന്ന് മനസ്സിലാവും. അതായത് ഈ ഒരു ഹാപ്പി ഹോർമോൺസിന് നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ, ഡോപ്പമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിവാർഡ്, മോട്ടിവേഷൻ, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോൺ ആണ് ശരിക്കും ഡോപ്പമിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ. നമ്മളെയൊക്കെ പലരെയും പല അഡിക്ഷൻസിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഈ ഒരു ഡോപ്പമിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പോ പലതരത്തിലുള്ള കാര്യങ്ങൾ, ഡ്രഗ്സ് ആവാം, പല കാര്യങ്ങളാവാം, അത്തരത്തിലുള്ള പലതരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ഈ ഹാപ്പി ഹോർമോൺസിനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അമിത അളവിൽ ആ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കുക, അതിലൂടെ ആ ഒരു റിവാർഡ് ഫീല്, പ്ലഷർ ഫീല് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഒരുപാട് ആളുകൾ അഡിക്ഷനിലോട്ടൊക്കെ പോകുന്നത്. എന്നാൽ നമ്മൾ റൈറ്റ് ആയ വേയില് മെഡിറ്റേഷൻ പോലെയുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മളിൽ ഈ ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ആയി ഒരു ചെറിയൊരു മെഡിറ്റേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ, അത് ജെന്യുവിൻ ആയിട്ടുള്ള മെഡിറ്റേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തിന്, സിമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോ ഈ രാവിലെ നിങ്ങൾ എഴുന്നേറ്റു, നിങ്ങൾ ചിലപ്പോൾ എഴുന്നേറ്റ് നല്ല ഉറക്കക്ഷീണത്തിലായിരിക്കും നിങ്ങൾ ഏറ്റിട്ടുണ്ടാവുക. പക്ഷെ ഏറ്റ് കഴിഞ്ഞ് വന്ന് നിങ്ങൾ ഇവിടുത്തെ ആ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ഇപ്പൊ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എല്ലാവരുടെയും മൂഡ് എൻഹാൻസ്ഡ് ആയിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും, പോസിറ്റീവ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ന് ആ വെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു പോസിറ്റിവിറ്റി കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇനി ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, നിങ്ങളിലേക്ക് ധനം വരും, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ടിലേക്ക് എത്തും എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴേ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളുടെ ആ ഒരു മൂഡിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അതുപോലെ നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു സെക്കൻഡ്, ഇവിടെ കറണ്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കാൻ, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കാൻ മെഡിറ്റേഷൻ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസ്, അതായത് നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കോർട്ടിസോള്, അത്തരത്തിലുള്ള സ്ട്രെസ് ഹോർമോൺസ് നമ്മളുടെ റിലീസ് ആവുന്ന സമയത്ത് നമുക്കറിയാം അത് ശരീരത്തിന് ആവശ്യമല്ലാത്ത ടോക്സിൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ടോക്സിൻസ് വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയി പോകും, നമുക്ക് ഭയങ്കരമായിട്ട് ബോഡിക്ക് ക്ഷീണം ഫീൽ ചെയ്യും, ചിലപ്പോൾ നമ്മൾക്ക് പല അസുഖങ്ങൾ വരുന്നുണ്ടാവും, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻസ് ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രോപ്പർ ആയിട്ട് ഇത്തരത്തിലുള്ള ഹോർമോൺസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് ഒരു സൈഡിൽ നമ്മളുടെ ഹാപ്പി ഹോർമോൺസിന്റെ ലെവല് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും നല്ല രീതിയിൽ റിലാക്സ് ആയിട്ടിരിക്കാനും എപ്പോഴും ആ ഒരു മോട്ടിവേഷൻ, പോസിറ്റിവിറ്റി എന്നൊക്കെ ഉള്ളത് നമ്മളിൽ കൊണ്ടുവരാനും സാധിക്കും. അപ്പൊ ആ ഒരു നല്ല രീതിയിൽ നമ്മളുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മെഡിറ്റേഷന് ഈ രീതിയിലും ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് ലഭിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തില് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്ലീപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ സ്ലീപ്പ് കറക്റ്റ് ആയാൽ തന്നെ നമ്മൾ ഒരുപാട് ഡിസിപ്ലിൻ ആവും. നമുക്ക് നൈറ്റ് പലരും പറയുന്ന ഒരു കാര്യം, മോർണിംഗിൽ നേരത്തെ എഴുന്നേൽക്കുന്ന പ്രാക്ടീസ് ഒക്കെ പലരുടെ അടുത്ത് നമ്മൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ കിടക്കാൻ പറ്റുന്നില്ല, കറക്റ്റ് സമയത്ത് കിടക്കാൻ പറ്റുന്നില്ല, കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സിൽ നിറച്ചും ചിന്തകളാണ്. അതുപോലെ ഈ
ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ചില വ്യക്തികളായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവര് പറയുന്ന ഒരു കാര്യം, ഇത് മദ്യപിച്ചതിന് ശേഷം കിടക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് ഉറങ്ങിപ്പോവല്ലോ, പിന്നെ വേറൊന്നും ചിന്തിക്കണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാവാം, പല കാര്യങ്ങൾ വരുന്നുണ്ടാവാം. പക്ഷെ അന്നത്തെ ദിവസം രാത്രി നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രി നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് റിലാക്സ് ആയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, നൈറ്റ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. കാരണം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, രാവിലെ തൊട്ടിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓഫീസിൽ പോകുന്നു, വീട്ടിലെ കാര്യങ്ങള്, ഒരുപാട് ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുന്നു, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ ദിവസം നൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ രാത്രി നമ്മളൊന്ന് ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് കണ്ണുകളൊക്കെ അടച്ച് റിലാക്സ് ആയിട്ട് ഇരുന്ന് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം നമ്മളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതില് സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാം, സങ്കടം നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാം, അതുപോലെ ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ഒരുപാട് എന്താ പറയാ, നമ്മൾ ലേൺ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, ഒരുപാട് എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ദാറ്റ്സ് ഓക്കെ. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ, ദാറ്റ്സ് ഓക്കെ എന്നുള്ളത്. സോ ഇറ്റ്സ് നോട്ട് ഓക്കെ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ വരുന്നുണ്ടാവും. പക്ഷെ എന്റെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ അത് തലയിൽ ചുമന്ന് നടന്നു കഴിഞ്ഞാല് എന്നെ കൊണ്ട് കൂടുതൽ കൂടുതൽ ഞാൻ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയാലോ, സിംപ്ലി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കൈ നീട്ടി പിടിച്ചിട്ട് ഇതിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്ക് സുഖമായിട്ട് പിടിക്കായിരിക്കും. പക്ഷെ ആ ഒരു 10 മിനിറ്റിന് അപ്പുറത്തേക്ക് ഒരു അരമണിക്കൂർ നമ്മളത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ വേനെടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരു മണിക്കൂർ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും കൈ ഭയങ്കരമായിട്ട് വേനെടുക്കാൻ തുടങ്ങും. ഒരു ദിവസം ഹോൾഡ് ചെയ്താൽ കൈയുടെ കാര്യം തീരുമാനമാവും. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഇത് കൂടിയത് കൊണ്ടല്ല. ഗ്ലാസ്സിലെ വെള്ളത്തിന് ആ ഒരു 5 മിനിറ്റും 10 മിനിറ്റും ഒരു മണിക്കൂറും ഒരു ദിവസവും സെയിം വെയിറ്റ് ആണ്. പക്ഷെ അത് നമ്മൾ എത്ര നേരം ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളിൽ പെയിൻ വരുന്നത്. അപ്പോ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നോട്ടെ, അത് ഇനിയും ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെയിൻ കൂടത്തേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഈ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് സൊല്യൂഷൻസ് കിട്ടുന്നില്ല, ഈ പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ അത്രയും ഹർട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇത് ഇവിടെ വെച്ചിട്ട് മനസ്സിൽ നിന്ന് എടുത്തു കളയുക. അല്ലെങ്കിൽ ഞാൻ ഇതും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഞാൻ ഇത് വെച്ച് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി മൊത്തം എന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഇതായിരിക്കും. നാളത്തെ ദിവസം ഞാൻ ഏൽക്കുന്നത് ഈ ചിന്തകളോടെ ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര ടൈം ഹോൾഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു പെയിൻ കൂടി 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 വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നൈറ്റ് കിടക്കുന്നതിന് മുമ്പ്, രാത്രി ഉറങ്ങുന്നതിന് ഒരു 1 അവർ മുന്നേ തന്നെ നിങ്ങൾ, 1 അവർ മുന്നേ അല്ല, ആ ഒരു 1 അവറിനുള്ളിലുള്ള ടൈം, അതായത് മോർണിംഗ് നമ്മൾ എഴുന്നേറ്റിട്ടുള്ള 1 അവർ ടൈമും നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു 1 അവർ ടൈം ഒക്കെയാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്ന ഒരു ടൈം. സോ ആ സമയത്ത് നമ്മളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. തലയിലെ ഭാരം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇറക്കി വെക്കുക. നമ്മൾ നൈറ്റ് മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ പറയുന്ന ഒരു ഗൈഡൻസിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇറക്കി വെച്ച് റിലാക്സ് ആവുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാന്ന് പറയും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാരം കൊണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാല് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. തലയിൽ നിങ്ങൾ ഒരു ഭാര കെട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് നോക്കിയാൽ, ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ആ ഒരു ഭാര കെട്ട് വെച്ച് അത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇന്നത്തെ ദിവസം രാത്രി ആകുമ്പോഴത്തേക്ക് ആ ഭാരം കൂടുന്നു, അതേ ഭാരം വെച്ച് കിടക്കുന്നു, നാളെ രാവിലെ ഏൽക്കുന്നു, പിന്നെ അതിലേക്ക് കുറെ ഭാരം വരുന്നു. ഇങ്ങനെ ഈ ഒരു കെട്ട് കൂടിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ്, നമുക്ക് നടക്കാൻ ബാലൻസ് കിട്ടില്ല, നമ്മളുടെ തലവേദന എടുക്കുന്നുണ്ടാവും, ബോഡി വേദന എടുക്കുന്നുണ്ടാവും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എന്താ പറയാ, ആ ഭാരം ഇറക്കി വെച്ച് റിലാക്സ് ആയി നമ്മൾ കിടന്നുറങ്ങേണ്ടതുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഉള്ളിൽ വരാം. ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ലല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ ഒക്കെ വരാം. പക്ഷെ ഇത് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഞാൻ വീണ്ടും പെയിൻ അനുഭവിക്കും. നമ്മളുടെ ഇവിടെ ഒരു കത്തി കുത്തി, നമ്മൾ ആ കത്തി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കില്ലല്ലോ.
ആ കത്തി ഊരിയെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്നല്ലേ വിചാരിക്കുള്ളൂ, അല്ലെങ്കിൽ മരുന്ന് വെക്കാന്നല്ലേ വിചാരിക്കുള്ളൂ. ആ കത്തി ഊരിയെടുക്കാന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പൊ നമുക്കൊരു പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടു പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ചെയ്യാതിരിക്കുക. ഇപ്പൊ EFT ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാലോ, നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ ഹീല് ചെയ്യണം എന്നുള്ളത്. സോ അപ്പോൾ എല്ലാ ദിവസത്തിലും അത്തരം കാര്യങ്ങളൊക്കെ ഹീല് ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് ഇമോഷണൽ റെഗുലേഷൻ, ആ ഒരു ഇത് നോക്കിയാൽ മതി. ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസിനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് റിലാക്സ് ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ സ്ലീപ്പിന്റെ ഒരു റൊട്ടീൻ, കറക്റ്റ് ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാല് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി കിടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 10 മണിക്ക് ഉറങ്ങണം എന്ന് ഫിക്സ് ചെയ്യുന്നു. ആ വ്യക്തി ഒരു 9:45 10 മണിയാവുമ്പോൾ ബെഡിലേക്ക് കിടക്കുന്നു. ബെഡിൽ കിടക്കുന്നതല്ല ശരിക്കും ഉറക്കം എന്ന് പറയുന്നത്. അവിടെ കിടന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നതാണ്. ശരിക്കും ഒരുപാട് ആളുകൾ പറയലുണ്ട്, അതായത് ഈ നൈറ്റ് ഒക്കെ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം, ബെഡിൽ ഞാൻ 10 മണിയാവുമ്പോഴത്തേക്ക് കിടക്കും ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട്, പക്ഷെ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു 12 മണിയാവും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്ന് പറയും. കാരണം അവരുടെ ആ ഒരു ചിന്തകള് കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അവര് കിടക്കുന്ന ടൈം വെച്ചിട്ട് ഒരിക്കലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതായത് സ്ലീപ്പിങ്ങിന് ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ സ്ലീപ്പ്, നമ്മളുടെ വേക്കപ്പ്, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതം ഒന്ന് ഡിസിപ്ലിൻ ആയി വരും. കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക, കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ലൈഫ് ഒന്ന് ഡിസിപ്ലിൻ ആവും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ലീപ്പിംഗ് കറക്റ്റ് ഷെഡ്യൂൾ ആവേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ എപ്പോ കിടക്കുക എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. ശരി, 10 മണിക്ക് കിടക്കുക എന്നുള്ളത് തീരുമാനിക്കാം. പക്ഷെ എപ്പോ ഉറങ്ങണം എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ മെഡിറ്റേഷൻ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെഡിറ്റേഷൻ കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, മെഡിറ്റേഷൻ എല്ലാ ദിവസത്തിലും ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു 10 മണിക്ക് ഉറങ്ങണം എന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനു മുമ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് മനസ്സിലെ ഭാരമൊക്കെ ഇറക്കി വെച്ച് നിങ്ങൾ റിലാക്സ് ആയിട്ട് കിടന്ന് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഉറങ്ങുമ്പോൾ എന്താണ്, കറക്റ്റ് പ്ലാൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പിംഗ് റൊട്ടീൻ എന്നുള്ളത് നിങ്ങളിൽ ബിൽഡ് ആവുന്നുണ്ടാവും. സോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യവും മനസ്സിലാക്കാം. മെഡിറ്റേഷൻ നമ്മളുടെ ഈ ഒരു സ്ലീപ്പിന്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കൾട്ടിവേറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റിവിറ്റി. നമ്മളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ഒരു ഇന്നർ ജേണിയാണ്, നമ്മളുടെ സെൽഫ് അവയർനെസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇന്നർ ജേണിയാണ്. സോ ആ ഒരു ഇന്നർ ജേണിയിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മൾ അറ്റ് പ്രസന്റ്ലി നമ്മൾ എന്താണ്, നമ്മളുടെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ലൊരു അവബോധം നമുക്ക് ലഭിക്കുന്നുണ്ടാവും. സോ അപ്പോ നമ്മൾ മനസ്സിലാക്കുക, എന്താ പറയാ, ആ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് വരുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലൊരു അവബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും, നമ്മളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അറ്റ് പ്രസന്റ്ലി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിലൊക്കെ നമുക്ക് എന്താ പറയാ ഒരു നന്ദി പറയാനൊക്കെ ആയിട്ട് ഈ ഒരു മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്റെ ചിന്തകൾ ഈ രീതിയിലാണ്, എനിക്ക് ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും മെഡിറ്റേഷനിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ മാക്സിമം ഒഴിവാക്കാൻ മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് മാത്രമാണ് മെഡിറ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കൊണ്ടുവരുന്ന ചിന്തകളെല്ലാം വളരെ പോസിറ്റീവ് ആണ്. പിന്നെ നമ്മൾ നമ്മളുടെ ചിന്തകളെ പതിയെ പതിയെ നമ്മളുടെ നിയന്ത്രണത്തിലേക്ക് ആക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ആ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ആ നെഗറ്റീവ് തോട്ട്സ് നമ്മളുടെ മൈൻഡിൽ നിന്ന് പോയാൽ തന്നെ നമ്മളുടെ ജീവിതം കറക്റ്റ് ആവും. നമുക്കറിയാലോ, ചിന്തകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ ചിന്തകളാണ്, നമ്മളുടെ അവയർനെസ് ആണ് ഏറ്റവും പ്രശ്നം എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ആ ചിന്തകളിൽ ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവന്നാൽ നമ്മൾ മാസ്റ്റർ ആയി എന്നുള്ളതാണ്.
ഓക്കെ. പിന്നെ അതുപോലെ സെൽഫ് കമ്പാഷൻ, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ആ ഒരു ഇമേജ്, സെൽഫ് ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങും. കാരണം എന്നും കണ്ണടച്ച് നമ്മൾ നമ്മളിലേക്ക് ഒരു യാത്ര പോവാണ്. നമ്മളുടെ ചിന്തകളെ കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ടേക്ക് കെയർ ചെയ്യാണ്. നമ്മളെ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ എടുത്തു കളയാണ്. അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് യാത്ര നടത്തുകയാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്മളോടുള്ള ആ ഒരു സെൽഫ് കമ്പാഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഗ്രേറ്റർ സെൻസ് ഓഫ് കൺട്രോൾ, അതായത് നമുക്ക് നമ്മളുടെ ചിന്തകളുടെ കാര്യത്തിലും നമ്മളുടെ ഇമോഷൻസിന്റെ കാര്യത്തിലും നമ്മളുടെ ഫീലിങ്സിന്റെ കാര്യത്തിലും ഒക്കെ നല്ലൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം നമ്മളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഇമോഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ലോ എനർജി ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും ലോ എനർജിയിൽ നിൽക്കുന്നത്. നമുക്ക് നല്ല ഹൈ എനർജി, അതായത് നല്ല പീസ്ഫുൾ ആയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, ഏറ്റവും നല്ല നല്ല ഇമോഷൻസിൽ നിൽക്കുമ്പോൾ ആ ഒരു ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഹൈ ലെവൽ എനർജി ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടാവാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഗുഡ് ഫീലിലേക്ക്, ഏറ്റവും നല്ല നല്ല ഇമോഷൻസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് നമ്മളുടെ ചിന്തകളുടെ കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആ പോസിറ്റിവിറ്റിയിലേക്കും ആ ഒരു ഹയർ എനർജിയിലേക്കും നമുക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. സോ അപ്പോൾ മെഡിറ്റേഷൻ കൾട്ടിവേറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റിവിറ്റി. സോ അപ്പോൾ നമ്മളിൽ ആ രീതിയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. പിന്നെ ഡീപ്പനിങ് യുവർ സ്പിരിച്വൽ കണക്ഷൻ, നമ്മളുടെ സ്പിരിച്വൽ കണക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതായത് സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മള് മനുഷ്യര് പലരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഫിസിക്കൽ വേൾഡ് മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യന് ആന്തരികമായിട്ടുള്ള ഒരു ലോകമുണ്ടെന്നും ആ ഒരു നമ്മളുടെ ആത്മീയമായിട്ടുള്ള ലോകമുണ്ട്, ചിന്തകള്, പല കാര്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് ശരിക്കും എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും നമ്മളുടെ കൺമുന്നിൽ കാണുന്നതും കേൾക്കുന്നതും ഈ സെൻസറി ഓർഗൻസ് വെച്ച് നമ്മൾ സെൻസ് ചെയ്യുന്നതുമായിട്ടുള്ള ഇത് മാത്രമാണ് ലോകം എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള നമ്മളുടെ ആന്തരിക ലോകത്തെക്കുറിച്ച്, നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ തീരെ അവെയർ ആവുന്നില്ല. പക്ഷെ നമ്മള് മെഡിറ്റേഷൻസ് പോലെയുള്ള പ്രാക്ടീസസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കഴിയുക. അതായത് നമുക്ക് നമ്മളുടെ യൂണിവേഴ്സ് ആയിട്ട് നമുക്ക് കണക്റ്റഡ് ആവാൻ വേണ്ടി സാധിക്കും. കണ്ടിന്യൂസ്ലി ഈ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാണ്, ഈ യൂണിവേഴ്സ് എന്നോടൊപ്പം ഉണ്ട്, ഈ യൂണിവേഴ്സ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു ഫീല് ഏറ്റവും അധികം വരും. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്നുള്ളത് വരും. നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന വ്യക്തികളല്ല, നമ്മൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് വരും. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺനെസ് ഉണ്ട്, അതായത് എല്ലാം ഒന്നാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. അത് വരാൻ വേണ്ടി മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ വൺനെസ്സിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആളുകളും ഈ ഒരു ലോകത്തിൽ ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ യൂണിവേഴ്സ് ആയിട്ട് കണക്ട് ആവുമ്പോൾ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരെല്ലാവരും നമ്മളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ആ ഒരു യൂണിവേഴ്സിന്റെ പാർട്ടാണ്. സോ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു തോന്നൽ വരും. ഇതിനെക്കുറിച്ച് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളുടെ കൈ വെച്ചിട്ട് അറിയാതെ നമ്മളുടെ കണ്ണിലൊന്ന് തട്ടി എന്ന് വിചാരിക്കാം. നമ്മൾ ഈ വൺനെസ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആവുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഈ ഒരു കൈ, വലത്തെ കൈ വെച്ചിട്ട് അറിയാതെ ഞാൻ എന്റെ കൈ കണ്ണിലേക്ക് തട്ടി. ഉടനെ ഞാൻ എന്റെ ഈ കൈ വെച്ചിട്ട് ഞാൻ ഈ കൈനെ തല്ലില്ലല്ലോ. കാരണം എന്തുകൊണ്ടാ? ഇത് എന്റെ ഭാഗമാണ്, ഇത് ഞാനാണ്, ഇത് ഒന്നാണെന്നുള്ള ഒരു തോന്നൽ എനിക്കുള്ളത് കൊണ്ട്. അപ്പൊ നമ്മളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നമ്മളുടെ ചുറ്റുമുള്ളവരായിക്കോട്ടെ, അവര് നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ ദ്രോഹിച്ചു, എന്തെങ്കിലും കാര്യത്തിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യം വെക്കാറുണ്ട്, അവരുടെ അടുത്ത് ചിലപ്പോൾ അടി ഉണ്ടാക്കാറുണ്ട്. ഇതിനുള്ള കാരണം എന്താ? ആ വൺനെസ് എന്നുള്ള ഫീൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഈ കണ്ണിൽ തട്ടിയത് വേറൊരുത്തന്റെ കൈ ആയിരുന്നെങ്കിലോ ചിലപ്പോൾ നമ്മൾ അവന്റെ കണ്ണിൽ ഒറ്റൊരെണ്ണം കൊടുത്തേനെ. അതായിരിക്കും സംഭവിക്കുന്നുണ്ടോ, കാരണം ആ വൺനെസ് എന്നുള്ള ഫീൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മളിത് ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഞാനാണ്, ഇത് ഒന്നാണ്, അതായത് ഇതെല്ലാം ഈ ഒരു ബോഡിയുടെ പാർട്ടാണ്. അപ്പൊ എന്റെ ഈ ഒരു കൈ വെച്ചിട്ട് ഈ കണ്ണിലേക്ക് തട്ടി എന്ന് പറഞ്ഞിട്ട് കണ്ണൊരിക്കലും അതിനെതിരെ ഇതാക്കാൻ വേണ്ടി പോകാറില്ല. കാരണം അത് എന്റെ കൈയാണ്, ഇതെല്ലാം എന്റെ ആണെന്നുള്ള ആ ഒരു തോന്നൽ, എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു തോന്നൽ.
അപ്പൊ യൂണിവേഴ്സ് ആയിട്ട് നമ്മൾ കണക്ട് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു വൺനെസ് എന്നുള്ളൊരു ഫീലാണ് വരിക. നമ്മളെല്ലാം ഒന്നാണ്, നമ്മുടെ എല്ലാം ബ്യൂട്ടിഫുൾ ആണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു തോന്നൽ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്താൽ നമുക്കത് പൊറുക്കാൻ വേണ്ടി കഴിയും, ഒരു എംപതറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയും, മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പൊ ആൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ, ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് തൊട്ടടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോ ഞാനൊക്കെ ചിന്തിക്കുന്ന, നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, ആ ഒരു വ്യക്തി ഒരു ഹ്യൂമൺ അല്ലേ, നമ്മളൊരു ഹ്യൂമൺ അല്ലേ, നമ്മൾ ആരും ഒരു റോബോട്ടോ കറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമല്ലല്ലോ. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മാത്രം ചെയ്യാം. സോ ഒരു ഹ്യൂമൺ ആവുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റാം, ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈ കാര്യങ്ങളെയൊക്കെ സിമ്പിൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് ശരിക്കും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ആ ഒരു യൂണിവേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ അതാണ് ഈ പോയിന്റ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇൻക്രീസ് ഫീലിംഗ് ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ, ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് കണക്ഷൻ, ഗൈഡ് യു ടുവേർഡ്സ് എ മോർ ഓതന്റിക് ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ ജീവിതത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരു സ്പിരിച്വൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പോ ഇത്രയും പോയിന്റ്സ് ആണ് മെയിൻലി പറയാനുള്ളത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് ഒരു സ്പിരിച്വൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു അനുഭവമാണ്, ഏറ്റവും നല്ലൊരു കാര്യമാണ്. ചിന്തിച്ചു നോക്കുക, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഡിസ്ട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും പൂർണ്ണമായിട്ടൊന്ന് റിലാക്സ് ആവാനും നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനും, നമ്മളുടെ ഇപ്പോ ഇന്നൊക്കെ ചെയ്ത മെഡിറ്റേഷനിൽ നമ്മളുടെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യാനും നമ്മളുടെ ഡ്രീം വിഷ്വലൈസ് ചെയ്യാനും കുറച്ചു നേരത്തേക്കാണെങ്കിലും ആ ഒരു ഡ്രീം ലൈഫ് എന്നുള്ളതിനെ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ വിഷ്വലൈസേഷൻ പോലെയുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, നമ്മൾക്ക് ഏത് ഗോളിലേക്കാണ് എത്തേണ്ടത്. ശരിക്കും ഇന്നത്തെ ആ ഒരു മെഡിറ്റേഷന്റെ ഗൈഡൻസിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു മെഡിറ്റേഷൻ തന്നെ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി ലഭിക്കും. എനിക്ക് ഏത് രീതിയിലുള്ള ഡ്രീം, നമ്മളുടെ ലക്ഷ്യങ്ങൾ, അതായത് ഇന്ന് വെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്ട് നമ്മൾ താമസിക്കാൻ പോകുന്ന നമ്മളുടെ ഡ്രീം ഹൗസിനെ കുറിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളില് നമുക്കൊരു എമൗണ്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളമാണ് നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ വിചാരിച്ചിരിക്കുന്നത്, എത്രത്തോളം ഏർണിങ്സ് നമുക്ക് വരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായ രീതിയിൽ ചെലവാക്കുക, അതെങ്ങനെയാണ് നമ്മളുടെ സന്തോഷത്തിനും നമ്മളുടെ ഫാമിലിയുടെ സന്തോഷത്തിനും സൊസൈറ്റിയുടെ നല്ലതിനും വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പൊ അത് മുന്നോട്ടുള്ള ഒരു ക്ലാരിറ്റി, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നേടിത്തരാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പലർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുക എന്നതിനപ്പുറത്തേക്ക് ജോലി ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ജസ്റ്റ് എല്ലാവരും പറയും എനിക്ക് കുറച്ച് ലക്ഷങ്ങൾ സാലറി കിട്ടണം, എനിക്ക് ഈ രീതിയിലാവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പലരും പറയുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ നിനക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടുകയാണ് നീ ആഗ്രഹിച്ചതുപോലെ, അത് വെച്ച് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ ഷോക്കാവും. കാരണം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ല. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം നിങ്ങൾക്കും അറിയാമായിരിക്കും, അതായത് നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ മെന്റലി നമ്മൾ ക്യാപ്പബിൾ ആവുന്ന സമയത്താണ് നമ്മളിലേക്ക് ആ ഒരു എമൗണ്ട് എന്നുള്ളത് വരിക. അതായത് അത് നേടാൻ നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നല്ലൊരു ക്ലാരിറ്റി നമ്മളുടെ മൈൻഡിൽ ഉണ്ടാക്കുക. അപ്പോൾ മെഡിറ്റേഷൻസ് ചെയ്യുന്ന സമയത്ത്, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള്, നമ്മളുടെ ഡ്രീം, നമ്മളുടെ ലക്ഷ്യങ്ങള്, എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ, കണ്ണടച്ച് നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എക്സാക്ട് പിക്ചർ നമ്മൾ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. സോ അപ്പോൾ മെഡിറ്റേഷൻ ആ രീതിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും
നമ്മൾ എല്ലാവരും നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മളുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കാം. എന്തായാലും ഇപ്പോ ഇത്രയും അധികം ആളുകൾ ശരിക്കും നമ്മളുടെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നോക്കുകയാണെങ്കിൽ, നൈറ്റ് മൊബൈൽ ഫോണിലും കളിച്ച് ഒരുപാട് കാര്യങ്ങളുമായിട്ട് നൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക. അതായത് പലരുടെയും ഡേ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഇപ്പോ 9 മണിക്കോ 10 മണിക്കോ 8 മണിക്കോ ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ എഴുന്നേൽക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേ നമ്മളുടെ ഒരു ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ടൈം. ശരിക്കും ഈ ഒരു മോർണിംഗ് ടൈമിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ല, നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇപ്പോ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. ബട്ട് ആ ഒരു മോർണിംഗ് ടൈം, ആ ഒരു 6 മണി, ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ മെഡിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് റിലാക്സ് ആയിട്ട് നമ്മളിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും, നമുക്ക് ആ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഇംപ്രൂവ് ചെയ്യാനും, നമ്മുടെ ആ ഒരു മുഴുവൻ ഡേയിലേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളെയും ബിൽഡ് ചെയ്തെടുക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. സോ അപ്പോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും ആളുകളെ ഈ ഒരു മോർണിംഗിൽ തന്നെ എടുക്കുന്ന ഒരു സെഷനിൽ ഇത്രയും ആളുകൾ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്ത് തോന്നുന്നു? ഇന്നത്തെ ഒരു നിങ്ങൾക്ക് മെഡിറ്റേഷൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിവുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, റിലാക്സ്ഡ്, സൂപ്പർ ക്ലാസ്, സൂപ്പർ നൈസ്, താങ്ക് യു. ഓക്കെ. അപ്പൊ ശരിക്കും മെഡിറ്റേഷനെ സംബന്ധിച്ച് മോർ അവെയർ അബൌട്ട് മെഡിറ്റേഷൻ, വൺനെസ് ഈസ് പഞ്ചിങ്. ഓക്കെ, വൺനെസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ലോകത്തിനെ നമ്മൾ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളുടെ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും മെസ്സേജ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സർ, എനിക്ക് ഇതില് സാറ് ഈ ക്ലാസ് എടുത്തപ്പോ എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല. ഞാൻ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യും എന്നല്ലാതെ കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ സാറ് ഈ ക്ലാസ് കൊണ്ട് കൂടുതൽ എനിക്ക് എനർജിയും കിട്ടി, അതായത് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞു. വളരെ വളരെ സന്തോഷം സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ അത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി ഇതുപോലെയുള്ള ടോപ്പിക്സുമായിട്ട് ഞാൻ ഇനിയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാം, അറിവുകൾ പങ്കുവെക്കാം. എല്ലാ ദിവസത്തിലും മോർണിംഗിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. സോ താങ്ക് യു സോ മച്ച്. സോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.